നിങ്ങൾ നെക്സ്റ്റ് കേട്ടിട്ടുണ്ടാവല്ലോ. നെക്സ്റ്റ് എങ്ങനെ ചെയ്ത് നോക്കിയാലോ? സിമ്പിളാണ്. അതായത് ഞാൻ ആൾറെഡി കുറച്ച് ടെക്സ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡു വാട്ട് മാറ്റേഴ്സ് ലവ് ഡീപ്ലി. ഈ ടെക്സ്റ്റ് ഞാൻ ലെയർ ആയിട്ട് കൊടുത്ത് ഇനി ഞാൻ നെക്സ്റ്റ് കൊടുത്താൽ ഇതെങ്ങനെ നെക്സ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, ഈ റൈറ്റുകൾക്ക് നിൽക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ നെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഈ നെക്സ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് സ്കെയിൽ ചെയ്തിട്ട് ഇതിൻ്റെ വലുപ്പം കുറക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എന്താവണം, ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പം അതിന് ഓരോന്ന് ചെയ്യുമ്പോൾ അതിന് ഓപ്ഷൻ കാണുള്ളൂ. പക്ഷെ നമുക്ക് ഒരുമിച്ച് സമയമില്ല. അതിനൊക്കെ ആകുമ്പോൾ സമയം മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ട്രാക്സ് ഉണ്ട്. നിങ്ങൾ ആൾറെഡി എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ട്രാക്സ് വരും. അപ്പോൾ ആ ട്രാക്സിൻ്റെ ഈസ് ഓഫ് യൂസിനും ഇപ്പോൾ ഒരുപാട് ട്രാക്സിൽ ഇതിങ്ങനെ തിങ്ങി നിറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രിക്കാണ് എന്ത്, ഈ നെക്സ്റ്റ് എന്നുള്ള സംഭവം യൂസ് ചെയ്യും. ഓക്കെ, നമുക്കിനി എന്ത് പേരും കൊടുക്കാം. നെക്സ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞത് മുതൽ എന്തായി, ഇപ്പോൾ കണ്ടങ്ങൾ ഈ ഒരു ഓപ്ഷൻ വന്നാണ്ടോ. ഈ നെക്സ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 3 സെലക്ട് ചെയ്തപ്പോൾ എന്തില്ല, ഈ ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? ഓപ്ഷൻ വന്നവിടെ ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇതൊരു അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. കാരണം ഈ പ്രൊഫഷണൽസ് അത്രയും സ്മൂത്ത് ആവാണ്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നെക്സ്റ്റ്. നിങ്ങൾ കേട്ടിരിക്കണം, നിർബന്ധമാണ്. അപ്പം ഇനി എന്ത് വന്ന് ഇവിടെയുള്ള ഈ ഒരുപാട് ഓപ്ഷൻ വന്നത് കണ്ടോ നിങ്ങൾ. അപ്പം ഇതിൽ ഞാൻ എന്ത് ചെയ്തു, സ്കെയിൽ കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ സെലക്ട് ആയി. ഇവിടെ ഇത് ആൾറെഡി സെലക്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി എനിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. എല്ലാം ഒരുമിച്ച് ചെറുതായതാണല്ലോ നിങ്ങൾ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും ചെറുതാക്കാം. മനസ്സിലായോ? അപ്പോൾ അതാണ് നെക്സ്റ്റ്. ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെന്ന് എന്ത് ചെയ്യുക, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇനി ഞാൻ എന്ത് ചെയ്ത് ഇത് ചെറുതാക്കാൻ വേണ്ടി ഷിഫ്റ്റ് ആക്കിയിട്ട് സ്ക്രോൾ ചെയ്ത് കണ്ട. ഇനി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാക്കാം. അപ്പം എന്താവും, ഇതിൽ ആൾറെഡി ഇതുപോലെ ആവും. മനസ്സിലായ? അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് എന്നുള്ള പറഞ്ഞ സംഭവം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്തൊരു സംഭവമാണ്. ഇപ്പോൾ ഇത് നമ്മൾ വീഡിയോൻ്റെ ട്രാക്സിലുള്ള കാര്യത്തിനാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്ത്. ഇനി ഇതുപോലെ തന്നെ ഓഡിയോയിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചെയ്യാം. ഈ ഓഡിയോ വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് ബോഡി ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഒരു മിനിറ്റ്, ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇതിന് ഓഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഓഡിയോ മാത്രം വലിച്ചിടുന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം നിൽക്കിയിട്ട് ഇപ്പോൾ കയ്യിലുണ്ട് കണ്ടോ, അതാണ് ചിഹ്നം കാണിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ട് ഓക്കെ, ഇതിന് ഓഡിയോ ഉണ്ട്. ഈ ഒരു സംഭവം കണ്ട ഇതിന് ഓഡിയോ ഉണ്ടെന്നിട്ട് മനസ്സിലാവാം. ഇതും ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതെന്താ, ഇതിൻ്റെ ഓഡിയോയും എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് നെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ട്രാക്കിൽ ഒരേ സമയം നെക്സ്റ്റ് ആവില്ല. ഈ ഓഡിയോക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കണ്ടോ. ഇപ്പോൾ ഇവിടെ നെക്സ്റ്റിൻ്റെ ഓപ്ഷൻ വന്നോ, ഇല്ല. മറിച്ച് ഒരേ ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അപ്പം ഇതെന്താവും, ഒരൊറ്റ ഓഡിയോ ആയിട്ട് മാറും. ഓക്കെ, എന്ത് ചെയ്യുക, ഇനി കണ്ടപ്പെടാം. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് നിങ്ങൾ കേൾക്കാൻ സാധ്യത കുറവാണ്. ഓഡിയോയും നെക്സ്റ്റ് ചെയ്യലേ കേട്ടിട്ടുണ്ടാവും. പ്രോ ആണെന്നുണ്ടെങ്കിൽ, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓഡിയോയും ഒരേ ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോൻ്റെ ട്രാക്കിലുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ചെയ്തതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.